നമസ്കാരം. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. അവരുടെ ക്ലബ്ബ്, ഞാൻ വർക്ക് ചെയ്യുന്ന ക്ലബ്ബ്, അവിടുത്തെ ക്ലാസ്സിൽ സ്റ്റുഡിയോസ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്ലൈമറ്റ് കുറച്ച് തണുപ്പാണ്. സാധാരണ ഈ സമയത്ത് ഇത്ര തണുപ്പ് വരാറില്ല. ഒരാഴ്ച മുമ്പ് വരെയൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു 5 ഉള്ളൂ. കാലത്ത് 2-1 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം 5. ഇപ്പോൾ ക്ലൈമറ്റ് നോക്കിയപ്പോൾ 5 ഉള്ളൂ. നമ്മൾ അത്യാവശ്യം കട്ടിയുള്ള ഡ്രസ്സ് ഇടണം, മേലെ ഒരു ജാക്കറ്റൊക്കെ ഇടണം, ക്യാപ്പൊക്കെ ഇടണം. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ക്ലാസ്സിനായിട്ട് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ ഫാമിലീസാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് തണുപ്പ് ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ല വെളിച്ചം, സൂര്യപ്രകാശമുണ്ട്. ഇപ്പം അതുകൊണ്ട് തന്നെ നല്ല എനർജിയാണ് എല്ലാവർക്കും. ആളുകളൊക്കെ നടക്കാനൊക്കെ പോകുന്നുണ്ട്. നല്ല ഗ്രീനറിയാണ്. ഗ്രീനറി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. സാധാരണ ഈ തണുപ്പുള്ള സമയത്ത് ഈ ഇലകളൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഒരു ബ്രൗൺ അല്ല, ഒരു ഏകദേശം ആ ഒരു കളറാണ്. നമുക്കൊരു മടുപ്പ് തോന്നുന്നൊരു സൗന്ദര്യമാണ്. മടുപ്പ് തോന്നുന്ന സൗന്ദര്യമല്ല, മടുപ്പ് തോന്നുന്നൊരു ലുക്കാണ് ഇവിടെ മൊത്തം ഉണ്ടാവാറ്. അപ്പോൾ ഗ്രീനായപ്പോൾ നല്ല ഭംഗിയാണ്. സാധാരണ ഈ മോസ്കോയിലെ ബിൽഡിങ്ങുകൾ സാധാരണ പോലത്തെ ബിൽഡിങ് തന്നെയാണ്. പക്ഷേ ഇത് വുഡ് കൊണ്ടുണ്ടാക്കിയ വീടുകളാണ് ഇവിടെ മുഴുവൻ. ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് എനിക്ക് നടക്കാനുണ്ട് ക്ലബിലോട്ട്. ഇത് വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. പൈൻ മരത്തിൻ്റെ കായാണ് ഈ സാധനം. ഭയങ്കര സ്ട്രോങ് ആണ്. വണ്ടി വരുന്നുണ്ട്. ഞാൻ കുറച്ച് നടന്നു. ഇപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു വണ്ടി കണ്ടത്. ഇപ്പോൾ ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത്. നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് നടക്കണം, തണുപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു. സാധാരണ ഈ സമ്മർ സമയത്ത് മാത്രമേ ഈ വണ്ടി ഓടാറുള്ളൂ. കാരണം വിൻ്ററിൽ ഇവിടെ അങ്ങനെ അധികം ആരും വരാറില്ല. ഇവിടെ നിന്നൊരു സ്വല്പം ദൂരം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ്. വിൻ്ററിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ സമ്മറിൽ ഇത് സ്പെഷ്യലായിട്ട് ഓടുന്നൊരു വണ്ടിയാണ്. സിഗ്നൽ വന്നുകൊണ്ട് വണ്ടി അവിടെ നിൽക്കുന്നതാണ്. ഓക്കെ, വണ്ടി വന്നു. ഞാൻ വണ്ടിയിൽ കയറി. വണ്ടിക്കകത്തും ആരുമില്ല. ഫ്രണ്ടിൽ 2 പേര് മാത്രമേ. безлимитную или социальную карту к валидатору. Убедитесь, что на валидаторе загорел. Спасибо. Приятной поездки. Будьте вежливы. Уступайте места инвалидам, пожилым людям, пассажирам с детьми и беременным женщинам. അധികം ഒന്നുമില്ല. 4-я линия. ഫുള്ള് പൈൻ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ ബസ് ഇറങ്ങി. അധികമില്ല, അത് അങ്ങേര് കുറച്ച് അപ്പുറത്ത് കൊണ്ട് നിർത്തി വണ്ടി. സ്റ്റോപ്പിൽ ഞാൻ മറ്റേ ബെല്ലടിക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ കുറച്ചൊന്ന് ചൂടായ ഇവിടെ ആളുകൾ സൈക്കിളും എടുത്ത് ഇറങ്ങും. ഇവിടെ അത്യാവശ്യം എല്ലാവരും സൈക്കിൾ യൂസ് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഈ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പാവപ്പെട്ടവരാണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ മാറി ഒരുപാട്. സൈക്കിൾ നന്നായിട്ട് ആളുകൾ ഇവിടെ ഉപയോഗിക്കും.
ഇതാണ് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ക്ലബ്ബ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ക്ലബിൻ്റെ പേര്, സെറിബെർണി ബോർ വെൽനസ് ക്ലബ്ബ്. ഇതാണ് അതിൻ്റെ ഉൾവശം. അധികം ഇതിൻ്റെ ഒരു വലിപ്പം കാണാൻ പറ്റില്ല, കാരണം കുറേ മരങ്ങളും ഇതെല്ലാം ആയതുകൊണ്ട്. എനിക്ക് വീഡിയോ കാണിക്കുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്, അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഇതാണ് റൂം. ഇവിടെയാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. മിക്കവാറും പ്രൈവറ്റ് ക്ലാസ്സുകളായിരിക്കും, ഗ്രൂപ്പ് ക്ലാസ്സുകളല്ല. അപ്പോൾ ഈ സ്പേസ് തന്നെ ധാരാളമാണ് ഇവിടെ. ചെറിയ റൂമാണെങ്കിലും ഇതിനകത്ത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഭയങ്കര ഭംഗിയിലാണ്. ഞാനത് കാണിച്ചു തരാം. വേണ്ടല്ലേ, ഈ ചെയർ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണത്. പക്ഷെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. ഇരുന്നാൽ ചിലപ്പോൾ ഇല്ല, ഇരിക്കാനൊക്കെ പറ്റും. അത്യാവശ്യം സ്ട്രോങ് ആണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബോട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു സാധനം. ഓ, ഇത് കറങ്ങുകയും ചെയ്യും. കൊള്ളാലോ, ഇത് കറങ്ങുന്നുണ്ട്. കറങ്ങുന്ന ബോട്ട്. അതുപോലെ തന്നെ ഇതൊരു മരത്തിൽ അവർ സെറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന, സിംഹം, കുരങ്ങ്, കുറേ പക്ഷികൾ ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടിരിക്കുന്നത്, കല്ലിലൊക്കെ കൊത്തിയത്. പക്ഷേ ഇത് മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ. അതുപോലെ തന്നെ ഇത് മറ്റേ വള്ളികൾ ചുറ്റിയിട്ടുള്ളൊരു സംഭവമാണിത്. നമ്മുടെ നാട്ടിൽ ഇത് വളരെ സുലഭമാണ്. പക്ഷേ ഇത് വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മറ്റേ കോഫിയുടെ, എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഇത് കുറേ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ചെയറിലിരിക്കാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ അധികമൊന്നും എനിക്ക് അങ്ങനെ ചെയ്ത് ശീലമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ഇടാം, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. താങ്ക് യു സോ മച്ച്.